ദർശന ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് റിയ ബാബുരാജ്. ഭോപ്പാലിൽ ഫാദർ സോളമൻ അച്ഛന് ദേശീയ അംഗീകാരം. സ്വാമി സദാനന്ദന്റെ 10ാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് ഭോപ്പാലിലെ സമന്വയ ക്യാമ്പസിൽ സംഘടിപ്പിച്ച അനുസ്മരണ സെമിനാറിൽ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMIയെ ആദരിച്ചു. ഇന്റർഫെയ്ത്ത് സമീപനത്തിലൂടെ സമാധാനവും ഐക്യവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. സമൂഹത്തിൽ സാർത്ഥകമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പീസ് ബിൽഡേഴ്സ് ത്രൂ പാത്ത് ബ്രേക്കിംഗ് ഇനീഷ്യേറ്റീവ്സ് എന്ന വിഭാഗത്തിൽ ആദരിച്ച ചടങ്ങിൽ സാമൂഹ്യ ആർത്ഥിക ശാക്തീകരണവും ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സമഗ്ര ഉൾക്കൊള്ളലും എന്ന മേഖലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് ഫാദർ സോളമൻ അച്ഛനാണ് പുരസ്കാരം ലഭിച്ചത്. ഇൻഡോർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് തോമസ് മാത്യുവിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂരിൽ കേന്ദ്രീകരിച്ച് ഫാദർ സോളമൻ നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങൾ പ്രത്യേകം പ്രശംസിക്കപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ സാമൂഹിക ഉൾക്കൊള്ളലും ആത്മവിശ്വാസ വർധനയും ലക്ഷ്യമാക്കി വിവിധ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് വിലയിരുത്തപ്പെട്ടു. കായിക പരിശീലനം, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, തൊഴിൽപരമായ പരിശീലനം, പുനരധിവാസ സഹായങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പദ്ധതികളിലൂടെ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്താൻ ദർശന സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ നിർധനരും വീടില്ലാത്തവരുമായ ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന സേവനങ്ങളും ശ്രദ്ധേയമാണ്. സ്വാമി സദാനന്ദന്റെ ശിഷ്യനായ ഫാദർ സോളമൻ ഗുരുവിന്റെ പാത പിന്തുടർന്ന് മാനവസേവയാണ് ജീവിത ലക്ഷ്യമെന്ന ആശയം മുൻനിർത്തിയാണ് തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമൂഹത്തിലെ പിന്നാക്ക വിഭാഗങ്ങളെ കൈപ്പിടിച്ചുയർത്തി നിർത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പിത പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ് ഈ ദേശീയ ബഹുമതി ലഭിച്ചത്. പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം ഫാദർ സോളമൻ ദർശന സർവീസ് സൊസൈറ്റിയിലെ എല്ലാ ഭിന്നശേഷിക്കാരെയും പ്രത്യേകം അഭിനന്ദിച്ചു. ഈ അംഗീകാരം തന്റെ വ്യക്തിപരമായ നേട്ടമല്ലെന്നും ദർശനയിലെ ഓരോ അംഗത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദർശനയിലെ ഭിന്നശേഷി മക്കൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ പുരസ്കാരത്തെ അദ്ദേഹം കാണുന്നതെന്നും കൂട്ടിച്ചേർത്തു. സാമൂഹിക ഐക്യവും മനുഷ്യസ്നേഹവും ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം അംഗീകാരങ്ങൾ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്നതായാണ് പൊതുവായ വിലയിരുത്തൽ. വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം, ദർശന ഭവൻ, മരിയാനഗർ, ഒല്ലൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.